We were discussing about the advantages of project method. It follows psychological laws of learning. It gives freedom to the pupils. It is suited to the psychological concept of maturation. Social values derives during the process. So പലപ്പോഴും സൊസൈറ്റിയിൽ ഒക്കെ റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക് സെലക്ട് ചെയ്യുമ്പോൾ സോഷ്യൽ വാല്യൂസ് അതൊക്കെ ഇംബൈബ് ചെയ്യാനായിട്ട് കുട്ടികൾക്ക് ഹെൽപ്ഫുള്ളായിരിക്കും. അതുപോലെ തന്നെ ഒരു ഗ്രൂപ്പിൻ്റെ ഉള്ളിൽ ഗ്രൂപ്പ് പ്രൊജക്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുമ്പോൾ ദേ വിൽ ലേൺ അബൌട്ട് ഡിഫറെൻറ്റ് വാല്യൂസ് ദാറ്റ് ആർ ടു ബി ടേക്കൺ കെയർ ഓഫ്. Training for social adjustments, again that happens within when the individual works within a group. It saves children from insincerity and superficiality. So പലപ്പോഴും മഗ്ഗിങ് അപ്പ് അതിൽ നിന്നും ഒഴിവാക്കി സ്വയം ചെയ്ത് പഠിക്കാൻ ലേണിംഗ് ബൈ ഡൂയിങ് ഇതിലൂടെ കുട്ടികളിലെ ആ ഒരു ഇൻസിൻസിയറിറ്റി അല്ലെങ്കിൽ സൂപ്പർഫിഷ്യാലിറ്റി ഇതൊക്കെ ഒഴിവാക്കാനായിട്ട് ഈ ഒരു പ്രോജക്റ്റ് മെത്തേഡിൽ കൂടെ ട്രെയിൻ ചെയ്യാൻ പറ്റും. Learning through practical problem solving. So as we said earlier, it is a problem solving method of teaching. അതുകൊണ്ട് തന്നെ ആ ഒരു ലേൺഡ് മെറ്റീരിയൽ കൂടുതൽ നാൾ റീറ്റെയിൻ ചെയ്യാനായിട്ട് കുട്ടികൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. സ്റ്റുഡൻറ് ആൻഡ് ടീച്ചർ ഗ്രോസ്. സോ ഇവിടെ കുട്ടികൾ they grow in the sense like they start learning by doing, and as a whole in the process when the teacher is involved they also get to know about new information, and it is very economical method of teaching. So these are the basic advantages of project method. Coming to the disadvantages of project method, it is haphazard and incidental. So പലപ്പോഴും ടോപ്പിക്സ് ഇൻസിഡൻ്റൽ ആയിട്ട് വരുന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ ഇത് ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ടീച്ചിങ് ലേണിംഗ് ആക്ടിവിറ്റി അല്ല. ഇറ്റ് ഈസ് ഹാഫസാഡ്. ഇറ്റ് ക്യാൻ ബി ടൈം കൺസ്യൂമിങ്. സോ ഒരു എൻറ്റയർ പ്രോജക്റ്റ് പ്ലാൻ ചെയ്യാനും ഇംപ്ലിമെൻറ്റ് ചെയ്യാനും ഒക്കെ കുറേ സമയം എടുക്കും. ആൻഡ് ഇറ്റ് ക്യാൻ ബി ലിമിറ്റഡ് by the availability as well as the cost of material. So ഈ ഒരു പ്രൊജക്റ്റിൻ്റെ സക്സസ് എന്ന് പറയുന്നത് അതിന് വേണ്ട റോ മെറ്റീരിയൽസ് അവൈലബിൾ ആണോ, അതിൻ്റെ കോസ്റ്റ് ഭയങ്കര കോസ്റ്റ് ആണെങ്കിൽ അതൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല അല്ലേ. സോ അതിനെ അപേക്ഷിച്ചിരിക്കും ഈ ഒരു പ്രൊജക്റ്റ് മെത്തേഡിൻ്റെ സക്സസ്. ഇറ്റ് ലീവ്സ് ഗ്യാപ്സ് ഇൻ ദ പ്യൂപ്പിൾസ് നോളജ്. സോ പലപ്പോഴും പ്രൊജക്റ്റിലെ ഒരു സിംഗിൾ ടോപ്പിക് അതിനെ ഹോളിസ്റ്റിക് ആയിട്ടായിരിക്കില്ല കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇറ്റ് ലീവ്സ് ഗ്യാപ്സ് ഇൻ ദ പ്യൂപ്പിൾസ് നോളജ്. ഇറ്റ് മേ ബി ടു അംബീഷ്യസ് ആൻഡ് ബിയോണ്ട് ദ പ്യൂപ്പിൾസ് കപ്പാസിറ്റി. ചിലപ്പോഴൊക്കെ ആ ഒരു തുമ്പിനെ കൊണ്ട് കല്ലെടുപ്പിക്കുന്ന ഏർപ്പാടായിരിക്കും ഈ ഒരു പ്രൊജക്റ്റ് മെത്തേഡിൽ കൂടെ ഉണ്ടാവുന്നത്. ഓപ്പർച്യൂണിറ്റീസ് ഫോർ കോറിലേഷൻ വിത്ത് ദ അക്കാഡമിക് സബ്ജക്ട്സ് ആർ എക്സ്ട്രീംലി ലിമിറ്റഡ്. സോ പലപ്പോഴും കുട്ടികൾ ചൂസ് ചെയ്യുന്ന ടോപ്പിക് ദാറ്റ് മേ നോട്ട് ബി റിലേറ്റഡ് ടു ദ അക്കാഡമിക് സബ്ജക്ട്സ് ആൻഡ് ദിസ് ഡീവിയേഷൻ ഇസ് നോട്ട് ദാറ്റ് ഹെൽത്തി. Children may ignore maxims of working from simple to complex. ഈ ഒരു പ്രോജക്റ്റ് മെത്തേഡിൽ ഇത് സോൾവ് ഔട്ട് ആക്കാൻ ശ്രമിക്കുമ്പോൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യത്തിൽ നിന്ന് മുന്നോട്ട് പോകുന്നത് പലപ്പോഴും മിസ്സായെന്ന് വരാം. പ്രൊജക്ട്സ് മേ ബി അഡോപ്റ്റഡ് ഓർ അബാൻഡൻഡ് അറ്റ് വിൽ. സോ കുറച്ചങ്ങോട്ട് പ്രൊജക്റ്റൊക്കെ പ്രോഗ്രസ് ചെയ്ത് കുട്ടികളുടെ ഇൻട്രസ്റ്റ് ഒക്കെ അങ്ങോട്ട് തീർന്നു കഴിയുമ്പോൾ ഇത് വേണമെങ്കിൽ അവർക്ക് അബാൻഡൻ ചെയ്യാനായിട്ടുള്ള ആ ഒരു റൈറ്റും കൂടിയുണ്ട്. ആൻഡ് ദിസ് ഇസ് നോട്ട് ആപ്റ്റ് ഫോർ ലേണിംഗ്. So these are the major disadvantages of project method. It is haphazard, it is incidental, it is time consuming, it leaves gaps in the pupil's knowledge, it is too ambitious in few situations. Correlation between academic subjects are poor in most of the cases. Children may ignore learning from simple to complex, as well as it can be adopted or abandoned at will. So these is about in brief about project method. Hope you are clear with what is project method, how is it carried out, what are the different steps, advantages and disadvantages. If there are any doubts, please call me or message me. Thank you.